ഹലോ ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിക്കോഡ് ആൻഡ് ഡീബഗ്. നമുക്കിന്ന് MySQL എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഗൂഗിളിൽ പോയിട്ട് MySQL ഡൗൺലോഡ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സൈറ്റ് കിട്ടും, MySQL ഡൗൺലോഡ്സ് എന്നുള്ളത്. അതിൽ MySQL ഇൻസ്റ്റാളർ 8.0.42 എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന പേജ് ഇങ്ങനെ ആയിരിക്കും. MySQL ഇൻസ്റ്റാളർ 8.0.42. അതിൽ സെക്കൻഡായിട്ട് വരുന്ന 353.7 MB ഉള്ള ഫയലാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. അതെന്ന് പറഞ്ഞാൽ ഓഫ്ലൈനായിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും, MySQL സിസ്റ്റത്തിൽ റൺ ചെയ്യാൻ പറ്റുന്ന ഫയലാണിത്. മറ്റേതെന്ന് പറയുന്നത് 2 MBയുടെ വെബായിട്ടാണ് വരുന്നത്. അതായത് ഇൻസ്റ്റാൾ ചെയ്താലും നമ്മൾ നെറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. MySQL ഇൻസ്റ്റാളർ കമ്മ്യൂണിറ്റി 8.0.42.0 MSI. ഓക്കെ, അതിനുശേഷം നമുക്ക് വരുന്ന പേജ് എന്ന് പറയുന്നത് ഒറാക്കിളിൻ്റെ ലോഗിൻ ആൻഡ് സൈൻ അപ്പ് പേജാണ് വരുന്നത്. അതിൽ താഴെ തന്നെ നോ താങ്ക്സ് ജസ്റ്റ് സ്റ്റാർട്ട് മൈ ഡൗൺലോഡ് എന്നുള്ളത് കൊടുക്കുക. ആൻഡ് അപ്പോൾ തന്നെ നമുക്ക് ഡൗൺലോഡ്സ് സ്റ്റാർട്ട് ചെയ്യും. ഓൾറെഡി ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫയൽ എക്സ്പ്ലോററിൽ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സിലോട്ട് വരും. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ ചൂസിങ് സെറ്റപ്പ് ടൈപ്പ് എന്നുള്ളതാണ്. അതിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ ഡെവലപ്പർ ഡിഫോൾട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും, അതാണ് ബെസ്റ്റ് ഓപ്ഷൻ. ഇനി അത് കണ്ടില്ലെങ്കിൽ ഫുൾ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിനുശേഷം പാത്ത് കോൺഫ്ലിക്ട്സിൽ പോയിട്ട് നമ്മൾ പാത്ത് സെറ്റ് ചെയ്യുക. ജസ്റ്റ് നെക്സ്റ്റ് എന്ന് കൊടുത്താൽ മതി. ഓൾറെഡി ആദ്യമായിട്ടാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് എങ്കിൽ അവർ ഓൾറെഡി ഒരു പ്രോഗ്രാം ഫയൽസ് MySQL എന്ന് പറഞ്ഞിട്ടൊരു പാത്ത് കാണിച്ചു തരും. അതിൽ ജസ്റ്റ് നെക്സ്റ്റ് എന്ന് കൊടുത്താൽ മതി. ഇനി നെക്സ്റ്റ് ഇൻസ്റ്റലേഷനാണ്. ഇൻസ്റ്റലേഷൻ ജസ്റ്റ് എക്സിക്യൂട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പതുക്കെ എല്ലാം എക്സിക്യൂട്ടായി പ്രോഗ്രഷൻ എല്ലാം ഇൻസ്റ്റാളായി കംപ്ലീറ്റ് ആയിട്ട് വരും. ഓക്കെ, ഇത് കുറച്ച് ടൈം എടുക്കും. ജസ്റ്റ് വെയിറ്റ് ഫോർ സം ടൈം. ഓൾറെഡി എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വരുമ്പം നമ്മൾക്ക് നെക്സ്റ്റ് കൊടുക്കാം. ആൻഡ് പ്രൊഡക്റ്റ് കോൺഫിഗറേഷൻ ഒന്നും ചെയ്യേണ്ട, നെക്സ്റ്റ് കൊടുക്കുക. ടൈപ്പ് ആൻഡ് നെറ്റ്വർക്കിംഗ് നെക്സ്റ്റ് കൊടുക്കുക. ഓതൻറ്റിക്കേഷൻ മെത്തേഡ് നെക്സ്റ്റ്. ആൻഡ് അക്കൗണ്ട്സ് ആൻഡ് റൂൾസിൽ റൂട്ടിൻ്റെ പാസ്വേഡ് ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. സോ ജസ്റ്റ് മീഡിയമായിട്ട് സിമ്പിളായിട്ടില്ലാതെ ഒരു @ നമ്പേഴ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സും ഒക്കെ ആയിട്ടുള്ള ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. ദെൻ ആൾസോ നെക്സ്റ്റ് എക്സിക്യൂട്ട് പതുക്കെ എക്സിക്യൂട്ട് ആവും എല്ലാം. ഓക്കെ, ദെൻ ഫിനിഷ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ഫിനിഷ്. നമ്മളിവിടെ പോർട്ട് സെറ്റ് ചെയ്യണം 3306 ആയിട്ട്. ദെൻ ഫിനിഷ് ആൻഡ് നെക്സ്റ്റ്. ആൻഡ് നമ്മുടെ യൂസർ നെയിം ആയിട്ടുള്ള റൂട്ടിൻ്റെ പാസ്വേഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ചെക്ക് ചെയ്യുക. ദെൻ ക്ലിക്ക് നെക്സ്റ്റ്. കണക്ഷൻ സക്സസ് ആയി. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഫിനിഷ് കൊടുക്കുക. ഇനി നമുക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു MySQL ഷെല്ലിലോട്ടാണ് പോവുക. അതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ JSലാണ് MySQL കിടക്കുന്നുണ്ടാവുക. അതിനാദ്യം SQLലോട്ടാക്കണം. ഓക്കെ, അതിനുശേഷം SQL എന്നുള്ള ആ ഒരു കമാൻഡ് കൊടുത്താൽ മതി. SQL ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ദെൻ റൂട്ട് അറ്റ് ലോക്കൽ ഹോസ്റ്റിലോട്ട് കണക്ട് ചെയ്യാം. റൂട്ട് അറ്റ് ലോക്കൽ ഹോസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ വേർഷനൊക്കെ ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് വരും. ആൻഡ് ദെൻ നമ്മൾ ജസ്റ്റ് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്വയറീസൊക്കെ സ്റ്റാർട്ട് ചെയ്യാം.